ആൽക്കാട് സുന്ദരമായ ഒരു കാട്ടുപ്രദേശമായിരുന്നു. ചെറിയ മലകളും പുഴകളും നിറഞ്ഞൊരു കാട്. ചെറിയ കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായി അവിടെ ജീവിച്ചു. എന്നാൽ കിട്ടുകുരങ്ങൻ മാത്രം അവസരം കിട്ടിയാൽ മറ്റു മൃഗങ്ങളെ കളിയാക്കുകയും ഓരോരോ കൗശലങ്ങൾ ഒപ്പിക്കുകയും ചെയ്യും. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ, ഉറക്കവും പോയി. ഇനി എന്ത് ചെയ്യും? വിശപ്പും തുടങ്ങി. ആരെങ്കിലും ഒക്കെ പറ്റിച്ച് മേലനങ്ങാതെ ഭക്ഷണം തരപ്പെടുത്തണം. വീണ കിട്ടുവിന്റെ കാലിൽ ഒരു മുള്ളു കുത്തിക്കയറി. അയ്യോ അയ്യോ, എന്റെ കാലേ! പച്ചയാടാ പുച്ചമാണ് പോടാ. കിട്ടു, കൊള്ളാലോ. രാവിലെ തന്നെ നീ തലയും കുത്തി വീണോ? മിക്കുവിന്റെ ആ ചോദ്യവും ചിരിയും കിട്ടുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവന് അങ്ങനെ വിട്ടാ പറ്റില്ല. പണി അവന് തന്നെ കൊടുക്കാം. ഒന്നും പറയണ്ട മിക്കു, വീണത് മാത്രമോ? ദാ കണ്ടോ, ഒരു വലിയ മുള്ള് എന്റെ കാലി തറച്ചു. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. കിട്ടുവിന്റെ കിടപ്പ് കണ്ട് മിക്കുവിന് പാവം തോന്നി. പോട്ടെ, സാരമില്ല കിട്ടു. ഈ മുള്ള് ഞാൻ എടുത്തു തരാം. മിക്കു, പതുക്കെ എടുക്കണേ. ഞാൻ ചെറിയൊരു ഡോക്ടറാണ് കിട്ടു. ഇതിപ്പോ ശരിയാക്കി തരാം. ഡോക്ടർ പോലും. നിന്റെ പണി ഇന്ന് ഞാൻ പൂട്ടിക്കുമടാ. മോനെ, നീ ഹാപ്പി അല്ലേ? ഇവന്റെ കാലിൽ കൊണ്ട മുള്ളു പോയില്ലേ? ഇനിയും ഉണ്ടോ? കാലീന്ന് വിടടാ, എനിക്കെന്റെ മുള്ളതാ. മുള്ളോ? അതല്ലേ എടുത്ത് കളഞ്ഞത്. അതൊരു വെറും മുള്ളല്ല, നല്ല വിലയുള്ള മുള്ളാണ്. ഞാൻ ആ മുള്ള ഇവിടെ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ അതെന്റെ കാലി കുത്തി കേറിയത്. അത് ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞല്ലോ, അതിന് കിട്ടില്ല. നീ എനിക്കത് തന്നില്ലെങ്കിൽ സിംഹരാജാവിന്റെ അടുത്ത് പോയി ഞാൻ പരാതി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ രാജാവൻ എന്നെ നോട്ടം ഇട്ടിരിക്കുക. അയ്യോ കിട്ടു, വേണ്ട വേണ്ട, ഞാൻ വേറെ എന്ത് വേണേലും തരാം. വേറെ എന്ത് വേണേലും തരുമോ? എന്ന് വെച്ചാൽ നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ നല്ല ക്യാരറ്റ് തരാം. തൽക്കാലം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ എന്നെ ഇവിടെ നിന്നൊന്ന് പൊക്കിയെടുക്ക്. അങ്ങനെ മിക്കു കിട്ടുവിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് നടന്നു. ഈ രണ്ടെണ്ണം കൊണ്ട് എന്താവാൻ? എന്റെ കാലിലെ വേദന കാരണം ഇന്നിനി പഴങ്ങളൊന്നും പറിക്കാൻ പറ്റില്ല. എന്റെ വിശപ്പടക്കം ഇത് പോരാ. മിക്കു കൊടുത്ത ക്യാരറ്റുമായി കിട്ടു നടന്നു നീങ്ങി. കാലത്ത് തന്നെ ഒരുത്തനെ പറ്റിച്ച ഫുഡും കിട്ടി. അടിപൊളി, ഇതൊരു പതിവാക്കാം. കിട്ടു, രാവിലെ തന്നെ ഈ ക്യാരറ്റും കൊണ്ട് എങ്ങോട്ടാണ്? ദാ വന്നല്ല. തേടിയ വള്ളി കാലി ചുറ്റി. അടുത്ത പണി എവന് തന്നെ കൊടുക്കാം. കരടിച്ചേട്ടാ, സുഖാണോ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യാമോ? പിന്നെന്താ, കിട്ടുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മൾ പണ്ടേ കൂട്ടുകാരല്ലേ. ഈ ക്യാരറ്റ് മുഴുവൻ തിന്നണോ? തിന്നാം. അത് വേണ്ട. ഈ ക്യാരറ്റ് കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്ക്. ഇത് ഇപ്പൊ കഴിക്കാൻ സമയമില്ല. എനിക്കൊരിടം വരെ പോകാനുണ്ട്. പോയി വന്നിട്ട് ഞാൻ ഇതെടുത്തോളാം. അതിനെന്താ, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. കിട്ടു, പോയിട്ട് വാ. ഇന്ന്
ഇതിൽ നിറച്ച് തേൻ കൊണ്ടുവരണം. ചെല്ല് കുടം നിറച്ച് തേൻ കൊണ്ടുവാ. പാണ്ഡൻ കരടി അവിടെ നിന്ന് പോയ തക്കത്തിന് മിട്ടു പാണ്ഡന്റെ വീട്ടിൽ കയറി ക്യാരറ്റ് മുഴുവൻ എടുത്തു കഴിച്ചു. ഇവിടെ ആരുമില്ലേ? പാണ്ഡനെ കണ്ടതും കിട്ടു ക്ഷീണം അഭിനയിച്ച് താഴെയിരുന്നു. ഓ, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് കുറെ നോക്കി നടന്നു. ഒന്നും കിട്ടിയില്ല. എന്തൊരു ക്ഷീണം. ഓ, സാരമില്ല. പാണ്ഡൻ ചേട്ടാ, ആ ക്യാരറ്റ് ഇങ്ങെടുത്തേ. അതേലും കഴിച്ച് വിശപ്പടക്കാം. അയ്യോ, കിട്ടു, ക്യാരറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അതാരോ കട്ടെടുത്തു. കാണുന്നില്ലേ? പാണ്ഡൻ ചേട്ടാ, നീ തന്നെ അല്ലേ അതെടുത്ത് ചാപ്പിട്ടത്? കിട്ടു, കള്ളത്തരം പറയരുത്. നിന്റെ ക്യാരറ്റ് എനിക്കെന്തിനാ? എങ്കിൽ പിന്നെ അതെവിടെ? ഞാൻ ഇതിപ്പോ പോയി സിംഹരാജാവിനോട് പറയും. കിട്ടു, നീ ഒന്ന് അടങ്ങ്. സിംഹരാജാവിന്റെ അടുത്തേക്കൊന്നും പോകണ്ട. ഇപ്പോ നിന്റെ വിശപ്പല്ലേ പ്രശ്നം. അത് ഞാൻ മാറ്റിത്തരാം. ഗുഹയ്ക്കകത്തേക്ക് പോയ പാണ്ഡൻ ഒരു കുടവുമായി പുറത്തേക്ക് വന്നു. ദാ, നല്ല ഒന്നാം തരം തേനാണ്. ഇത് കുടിച്ചാ നിന്റെ എല്ലാ ക്ഷീണവും മാറും. ഈ ചെറിയ പാത്രത്തിൽ കുടിച്ചാലൊന്നും എന്റെ വിശപ്പ് മാറില്ല. തൽക്കാലം ഇത് മതി. കരടിയം പറ്റിച്ച് മുയലിനെയും പറ്റിച്ച് വയറും നിറഞ്ഞ് ഹാലസ. ഇതെന്താ ഇവൻ ഞൊണ്ടി നടക്കുന്നത്? ഒരു കുടവുമുണ്ടല്ലോ. ഇവൻ പണ്ടേ ആള് ശരിയല്ല. എന്തായാലും ഒന്ന് ചോദിച്ചു കളയാം. ഹലോ കിട്ടോ, ആ കുടത്തിലെന്താ? എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കുറുക്കച്ച. ഇത് കുറച്ച് തേനാണ്. എനിക്കാണേൽ കാലിന് മുള്ളും കുത്തിയിട്ട് ഭയങ്കര വേദന. ഇതൊന്ന് നിന്റെ വീട്ടിൽ വെക്കാമോ? ഞാൻ നാളെ രാവിലെ തന്നെ വന്നെടുത്തോളാം. ഓ, അത് ശരി. കുറുക്കൻ കിട്ടുവിന്റെ കയ്യിൽ നിന്ന് തേൻകുടം വാങ്ങി തന്റെ വീട്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കിട്ടു, നിന്റെ കുടം ആരും എടുക്കാതിരിക്കാൻ ഞാനൊരു പെട്ടിയിൽ വെച്ച് പൂട്ടി. താക്കോല് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാലോ? അതുകൊണ്ട് നീ പെട്ടി പൂട്ടണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ കിട്ടുവിന്റെ മുഖഭാവത്തിൽ നിന്ന് കുറുക്കന് കാര്യം പിടികിട്ടി. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാകില്ല. ശരി. കിട്ടു പോയുടൻ കുറുക്കൻ ആ തേൻ മുഴുവൻ കുടിച്ചു തീർത്തു. എന്നിട്ട് കുടത്തിനുള്ളിലേക്ക് ഒരു ഞണ്ടിനെ ഇട്ടു. അത് ആ പെട്ടിക്കുള്ളിൽ വച്ചു. എന്നിട്ടവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അയ്യോ 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 കിട്ടു, നീ ഈ ചതി ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ നീ പാവപ്പെട്ട മൃഗങ്ങളെ ഇനിയും ഉപദ്രവിക്കും. ഞണ്ടിന്റെ കടിയേറ്റ കിട്ടുകുരങ്ങൻ അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. സ്വന്തം ഗ്രാമത്തിലെ കടുത്ത വരൾച്ചയും
ഭക്ഷ്യക്ഷാമവും കാരണം മറ്റൊരു ദേശം തേടിയിറങ്ങിയതാണ് പൊന്നൻ തവള. വറ്റാത്ത ഒരു കുളമുണ്ടെന്ന് വരും വഴി തവള കേട്ടിരുന്നു. അവിടേക്കുള്ള പ്രയാണമാണ്. ഓ, ഇതെത്ര നടന്നു, ദാഹിച്ചു സഹി കെട്ടു. ദൂരെ ഒരു പൂന്തോട്ടം കാണുന്ന പൊന്നൻ തവള സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹായ് ഹായ്, അവിടെ നിറയെ ചെടികളും പൂക്കളും. ഉറപ്പായും ഉറവ പറ്റാത്ത കുളം അവിടെയാകും. തന്റെ ക്ഷീണം മറന്ന് പൊന്നൻ തവള വേഗം അങ്ങോട്ടേക്ക് പോയി. ആ കുളത്തിൽ നല്ല ഭംഗിയുള്ള കുറച്ച് മീനുകൾ താമസിച്ചിരുന്നു. എന്നാൽ ആ മീനുകൾ അവരുടെ സൗന്ദര്യത്തിൽ വല്ലാതെ അഹങ്കരിച്ചിരുന്നു. ഏ കൂട്ടുകാരി, ഇന്നലെ ഇവിടെ വെള്ളം കുടിക്കാൻ വന്ന കാക്കയെ നീ ഭയപ്പെടുത്തി ഓടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ നമ്മൾ മാത്രം മതി കൂട്ടുകാരി, മറ്റാരും ഇവിടെ വേണ്ട. അതെ അതെ, നമ്മൾ മാത്രം മതി. ഇത് നമ്മളുടെ മാത്രം സ്ഥലമാണ്. ഇവിടേക്ക് ഒരാളെ നമ്മൾ കയറ്റില്ല. ഹയ്യ, ഹായ് കൂട്ടുകാരെ, ഇങ്ങനെ ചാടി നോക്കൂ, നല്ല രസമാണ്. കൂട്ടുകാരെ, ദേ നോക്കിക്കേ, ഇങ്ങോട്ടൊരു തവള വരുന്നു. ഏയ്, ഇങ്ങോട്ടൊന്നുമല്ല, അത് വേറെ വഴിക്കാണ്. അല്ലല്ല, ഇങ്ങോട്ട് തന്നെയാണ്. അതിനെ കണ്ടാലും മതി. അയ്യേ, ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് അവനെ ഓടിക്കണം. എനിക്ക് തവളയെപ്പോലെ ഭംഗിയില്ലാത്ത ജീവികളെ കാണുന്നതേ ഇഷ്ടമില്ല. ഇങ്ങോട്ട് വരട്ടെ, ഒരു പാഠം പഠിപ്പിച്ച് വിടാം അവനെ. അപ്പോഴേക്കും പൊന്നൻ തവള കുളത്തിലെത്തി കഴിഞ്ഞിരുന്നു. അന്നേരം മീനുകൾ ഒരാമ്പലിന്റെ അടിയിൽ ഒളിഞ്ഞിരുന്നു. പൊന്നൻ തവള കുളത്തിലിറങ്ങി വയറു നിറയെ വെള്ളം കുടിച്ചു. ഹോ, ആശ്വാസമായി. നീ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ? ഇവിടെ എന്താ? ഇത് ഞങ്ങളുടെ കുളമാണ്. ഹായ് കൂട്ടുകാരെ, ഞാൻ പൊന്നൻ, ദൂരെ നിന്നും വന്നതാണ്. ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ. ഹോ, ദാഹം സഹിക്കാൻ വയ്യാതെ കുടിച്ചതാ. അതിന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരികയാണോ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾക്കുള്ള വെള്ളവും ആഹാരവും മാത്രമേ ഉള്ളൂ. അതിവിടെ വന്ന് കയറുന്നവർക്ക് തരാൻ പറ്റില്ല. വേഗം തിരിച്ചു പൊക്കോ. അയ്യോ കൂട്ടുകാരെ, അങ്ങനെ പറയല്ലേ. എനിക്ക് പോകാൻ ഇനി ഒരു സ്ഥലവുമില്ല. നീ വേഗം പോകാൻ നോക്ക്. നിന്നെ കണ്ടാലേ ഒരു വൃത്തിയുമില്ല, കാണാനും കൊള്ളു. അയ്യേ, നിന്നെ കണ്ടാലേ അറപ്പ് തോന്നുന്നു. പോ പോ, ഇവിടെ നിന്നും പോ. എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കല്ലേ. എന്നെയും ചങ്ങാതിയായി കണ്ടൂടെ? അയ്യേ, നിന്നെയാണോ ഞങ്ങൾ ചങ്ങാതിയാക്കേണ്ടത്? അയ്യേ, നീ ഞങ്ങളെ ഒന്ന് നോക്ക്. ലോകത്തിലെ ഏറ്റവും സുന്ദരികളാണ് ഞങ്ങൾ. നീ നോക്ക്, കണ്ടോ ഞങ്ങളുടെ അഴക്? ഈ ഞങ്ങൾ കാണാൻ ഭംഗിയില്ലാത്ത നിന്നെ കൂടെ കൂട്ടാനോ? അയ്യേ അയ്യേ, ചൊറിയൻ തവള. ആ ഭംഗിയില്ലാത്തവന്റെ ആഗ്രഹം നോക്കണേ കൂട്ടുകാരെ, നമ്മുടെ ചങ്ങാതി ആവണമെന്ന്. അമ്പോ, അത്യാഗ്രഹം തന്നെ. അടുത്ത ദിവസം മീനുകളോട് കൂട്ടുകൂടാനായി പൊന്നൻ തവള കുളക്കരയിലേക്ക് വീണ്ടും വന്നു. അതേ, ഒന്ന് നിക്ക്. താൻ ആള് കൊള്ളാലോ. ഞങ്ങൾ എതിർത്തിട്ടും വീണ്ടും താൻ കുളത്തിൽ ഇറങ്ങിയല്ലേ? അയ്യോ, അങ്ങനെയല്ല. അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുളത്തിലിറങ്ങിയത്. ഞാൻ കുളത്തിലിറങ്ങില്ല, അല്പം വെള്ളത്തിന് വേണ്ടി മാത്രം. നീ വെള്ളം കുടിക്കണ്ട, പോകാൻ നോക്ക്. വെള്ളം കുടിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഞങ്ങളോട് അവകാശത്തെക്കുറിച്ച് പറയുന്നോ?
ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാമ കുളക്കരയിൽ ഇരിപ്പുണ്ടായിരുന്നു. കുളത്തിലിറങ്ങാൻ കഴിയാതെ തവള വിഷമിച്ചു പോകുന്നത് കണ്ട ആമ മീനുകളുടെ അടുത്തേക്ക് ചെന്നു. എന്താ നിങ്ങൾ അവനെ കുളത്തിലിറക്കാത്തത്? ഞങ്ങൾ അവനെ വിരട്ടി ഓടിച്ചു. ഈ കുളത്തിൽ താമസിക്കാൻ ഞങ്ങൾ അനുമതി കൊടുക്കില്ല. ഞങ്ങൾ എത്ര ഭംഗിയുള്ളവരാണ്. ആ തവള എന്തിനു കൊള്ളാം. എന്തൊരു രൂപമാണ് അതിന്. ഛേ, അങ്ങനെ രൂപവും സൗന്ദര്യവും നോക്കി ആരെയും നമ്മൾ വില കുറച്ച് കാണരുത്. ഞങ്ങൾക്ക് ഞങ്ങൾ മതി. നിങ്ങൾക്കറിയാമോ, ശക്തനായ സിംഹരാജനെ ഒരിക്കൽ വേടനിൽ നിന്നും ഒരു കുഞ്ഞെലിയായിരുന്നു രക്ഷിച്ചത്. വലിപ്പമോ രൂപമോ ഭംഗിയോ നോക്കിയല്ല ഒരാളെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രമാത്രം. അനുഭവം ഗുരു. ഞങ്ങളെ കുളത്തിലെ വെള്ളം കുടിച്ചിട്ട് ഞങ്ങളെ ഉപദേശിക്കുന്നു. നോക്ക്, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, എല്ലായിടത്തും വെള്ളം വറ്റിത്തുടങ്ങി. ഇവിടെ വെള്ളമുണ്ടല്ലോ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോഴും വെള്ളമുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഈ കുളവും വറ്റും. ഇവിടുത്തെ വെള്ളമൊന്നും പറ്റില്ല. ഒന്ന് ഓർത്തു നോക്ക്, ഈ കുളത്തിലെ വെള്ളം വറ്റിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഈ മണ്ടനാമയുടെ ഒരു കാര്യം. ഒന്നറിയാമോ, നിങ്ങൾക്ക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. പക്ഷേ ആ തവളയ്ക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ താമസിക്കാം. ആരെയും ചെറുതായി കാണരുത്. ആ ആമയുടെ സംസാരം കേട്ടോ. നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അതെ അതെ, നമ്മുടെ ദയിൽ വെള്ളം കുടിച്ചതും പോരാഞ്ഞ് ആമച്ചാരുടെ ഒരു അഹങ്കാരമേ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കുളക്കരയിലേക്ക് ഒരു ചൂണ്ടക്കാരൻ വന്നു. അയ്യോ കൂട്ടുകാരെ, ആപത്താണ്. ആ ആഹാരം കഴിക്കരുത്. അതൊരു കെണിയാണ്. നിങ്ങൾ അപകടത്തിലാകും. എന്ത് ധൈര്യത്തിലാണ് വൃത്തിയില്ലാത്ത നീ ഈ കുളത്തിലിറങ്ങിയത്? വേഗം കരയിലേക്ക് കയറിക്കോ. നമ്മൾ മാറിയിട്ട് അവനത് കഴിക്കാനായിരിക്കും. അരുത്, നിങ്ങളിതിൽ കൊത്തരുത്. ഇത് ചതിയാണ്. അയ്യോ അയ്യോ, അപ്പൊ ഞങ്ങളിത് കൊത്തിയിരുന്നെങ്കിൽ? അതെ, അപകടം ആയേനെ. ക്ഷമിക്കണം ചങ്ങാതി. ഞങ്ങൾ നിന്നെ ഒരുപാട് കളിയാക്കി. എന്നിട്ടും നീ ഞങ്ങളോട് വെറുപ്പ് കാട്ടാതെ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. തവളച്ചാരെ, ഇനി നീ എന്നും ഞങ്ങളുടെ നല്ല ചങ്ങാതി ആയിരിക്കും. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഈ കുളത്തിൽ കഴിയാം. മഞ്ചാടിക്കാട്ടിലെ കുസൃതി കുറുമ്പന്മാരാണ് ചെമ്പൻ കുരങ്ങനും അമ്പുവണ്ണാനും. ഒരിക്കൽ ഇരുവരും കൂടി വനത്തിലൂടെ നടന്നു വരുമ്പോൾ, ചെമ്പാ, അത് നോക്കിക്കേ, നീ കണ്ടോ? അത് നമ്മുടെ കാക്കപ്പെണ്ണിന്റെ കൂടല്ലേ അമ്പു? അതെ, ഇപ്പോ ആ കാക്കപ്പെണ്ണ് കുയിലമ്മയുമായി വലിയ ചങ്ങാത്തമാണ്. അതെയോ? അത് ഇന്ന് മുതൽ? ചെമ്പാ, നീ ഈ കാട്ടിലൊന്നുമല്ലേ താമസം? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം. എന്നാ വാ, വഴിയുണ്ട്. കാക്കയുടെ കൂട്ടിൽ നിന്ന് എടുത്ത മുട്ടകൾ കുസൃതി കുറുമ്പന്മാർ ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ഇപ്പൊ നമുക്ക് രസിക്കാനുള്ള സംഭവങ്ങൾ കിട്ടും. വാ, വേഗം കാക്കപ്പെണ്ണിന്റെ കൂട്ടിന്റെ അടുത്തേക്ക് പോവാം. ശരി അമ്പു, വാ പോയേക്കാം. തിരികെ കാക്കപ്പെണ്ണിന്റെ കൂടിനടുത്തെത്തിയ അമ്പുവും ചെമ്പനും ഒരു ഇലഞ്ഞിമരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു നമ്മളുടെ കാക്കപ്പെണ്ണ്. ചെമ്പാ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് വരുന്നുണ്ട്. ഹായ് ഹായ്, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് കൂട്ടിന്റെ അകത്തേക്ക് കയറി. അയ്യോ, എന്റെ മുട്ടകൾ! ആരാ എന്റെ കൂട്ടിൽ കയറിയത്?
ആരാ എന്റെ കൂട്ടിൽ കയറി മുട്ടകൾ മോഷ്ടിച്ചത്? ആ തക്കൻ നോക്കി നമ്മുടെ കുസൃതിക്കുറുമ്പന്മാർ മരത്തിന്റെ മറവിൽ നിന്നിറങ്ങി കാക്കയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അയ്യോ കാക്കപ്പെണ്ണെ, കുയിലമ്മ കൂട്ടിൽ കയറുന്ന ഞങ്ങളെ ഈ 4 കണ്ണുകൊണ്ടും കണ്ടവാ. ഓഹോ, കുയിലമ്മയെ ഞാൻ വിശ്വസിച്ചു. അവൾ എന്നെ വഞ്ചിച്ചു. ഇന്ന് അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. ഇന്ന് അടിപൊളിയാണ്. വാ, നമുക്കും പോയി നോക്കാം. നല്ല രസമാകും. അല്ലേ നമ്മൾ അടി ഉണ്ടാക്കും. വാ വേഗം പോവാ. കാക്കപ്പെണ്ണെ, നീ ദേഷ്യത്തിലാണല്ലോ. എന്റെ മുട്ടകൾ മോഷ്ടിച്ചിട്ട് നീ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ? വേഗം എന്റെ മുട്ടകൾ തിരിച്ചതാ. മുട്ടകൾ മോഷ്ടിച്ചെന്നോ? ഞാനോ? അതെ, നീ തന്നെ. നിനക്കറിയാമല്ലോ, സ്വന്തമായി കൂട് പോലും ഇല്ലാത്ത ഞങ്ങൾ കുയിലുകൾ കാക്കക്കൂട്ടിലല്ലേ മുട്ടയിടുന്നത്. അല്ല, കള്ളം. നീ തന്നെയാ മുട്ടകൾ മോഷ്ടിച്ചത്. ഹായ് ഹായ് ചെമ്പ, അവർ തമ്മിൽ അടി തുടങ്ങി. അങ്ങനെ ചെമ്പനും അമ്പുവും കാരണം കുയിലമ്മയും കാക്കപ്പെണ്ണും വീണ്ടും ശത്രുക്കളായി. അങ്ങനെ ഒരു ദിവസം ചെമ്പനും അമ്പുവും കൂടി പുഴ കടന്ന് ഗ്രാമം കാണാനായിട്ട് ഇറങ്ങി. കാക്കപ്പെണ്ണും കുയിലമ്മയും തമ്മിലടിയായേ, കണ്ടു നിന്നവർക്ക് പണിയായേ, നമുക്കത് രസമായേ, കലപ്പില കലപ്പില ബഹളമായേ, കാക്കപ്പെണ്ണും കുയിലമ്മയും പിണക്കമായേ. എന്ത് രസം, എന്ത് രസം. എടേ നോക്ക്, ദേ ഗ്രാമം എത്തി. ഓ, ഞാൻ നന്നായി പാടി വരുമായിരുന്നു. ഇരുവരും ഗ്രാമഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ അതാ ഒരു കിളിക്കൂട്. കൂട്ടിൽ പഴുത്ത മാമ്പഴം. അമ്പു, ഒന്ന് നിന്നേ. നീ അത് കണ്ടോ? ആ കൂട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട പഴങ്ങൾ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമുക്ക് ആ കൂട് തുറന്നെടുക്കാം. ചെമ്പന്റെ സഹായത്താൽ രക്ഷപ്പെട്ട തത്തകൾ ചെമ്പന്റെയും അമ്പുവിന്റെയും പിന്നാലെ പോകുകയും ചെയ്തു. നല്ല മധുരമുള്ള പഴങ്ങൾ. അതെ ചെമ്പ, നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാം. എനിക്കെന്തോ ഒരു പേടി. എന്തിന്? അറിയില്ല, ഇത് നമ്മുടെ കാടല്ലല്ലോ. കാട്ടിൽ ചെയ്യുന്നതൊക്കെ നാട്ടിൽ ചെയ്താൽ ചിലപ്പോ തല്ല് കിട്ടും. കാടായാലും നാടായാലും എനിക്ക് ഒരുപോലെ. അങ്ങനെയല്ല ചെമ്പ, കാട് നമ്മുടെ വീടാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം. ആരും നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷെ നാട്... നീ പേടിക്കണ്ട, നമുക്ക് പോകാം. അയ്യോ അയ്യോ, ഞങ്ങളൊന്നും ചെയ്യലേ. ഞങ്ങൾ പോയേക്കാം. ഞങ്ങളെ തുറന്നു വിടണേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെമ്പ, മനുഷ്യർക്ക് നമ്മുടെ ഭാഷ അറിയില്ലല്ലോ. ഇതൊക്കെ മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ആ തത്തകൾ രണ്ടും കാണുന്നുണ്ടായിരുന്നു. നമ്മളെ അറിയാതാണെങ്കിലും സഹായിച്ചതാണ് അവർ. അതെ, എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം. നമ്മളെങ്ങനെ രക്ഷിക്കും? ഒരു മാർഗമുണ്ടാവും. വാ നോക്കാം. കാക്കപ്പെണ്ണെ, സഹായിക്കണേ. നമ്മളൊരു ചങ്ങാതി അപകടത്തിലാണേ, സഹായിക്കണേ. നിങ്ങളൊക്കെ ഏതാ? എന്താ സംഭവം? ഞങ്ങളുടെ ചങ്ങാതിമാരായ ഒരു കുരങ്ങനെയും മണ്ണാനെയും ഒരു മനുഷ്യൻ വലയിട്ട് പിടിച്ചു. സഹായിക്കണേ. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അവരെ രക്ഷിക്കും. അവരെങ്ങോട്ടാ പോയത്? ഞങ്ങളുടെ പുറകെ വന്നാൽ മതി. അങ്ങനെ കാക്കക്കൂട്ടൻ തത്തയുടെ പിന്നാലെ പറന്നു. ഞങ്ങളൊന്നും ചെയ്യല്ലേ.
വെറുതെ വിടണേ. ഞങ്ങൾ ഇനി ഈ ഗ്രാമത്തിൽ വരില്ല. ഞങ്ങളെ പോകാൻ അനുവദിക്കണേ. ചെമ്പ, നീ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അയ്യോ രക്ഷിക്കണേ. ഹോ, 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 പോകാക്കെ. ഹോ, ഹോ. ഹാവൂ, രക്ഷപ്പെട്ടു. കാക്കപ്പെണ്ണങ്ങനെ ഇവിടെ? ഞാൻ ഗ്രാമത്തിൽ തീറ്റ തേടി വരാറുണ്ട്. കാക്കപ്പെണ്ണെ, സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാക്കപ്പെണ്ണെ, ഞങ്ങളോട് ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം നിന്റെ മുട്ടകൾ ഒളിപ്പിച്ചു വെച്ചത് ഞങ്ങളാണ്. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. സാരമില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളെ സഹായിച്ചത് ശരിക്കും ഞാനല്ല. പിന്നെ ആരാണ് കാക്കപ്പെണ്ണെ? ദാ ആ തത്തകൾ. നിങ്ങൾ തുറന്ന കൂട്ടിൽ ഞങ്ങൾ രണ്ടും ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അതിന് ഇങ്ങനെയല്ലേ നന്ദി പറയേണ്ടത്? നന്ദിയുണ്ട് തത്തപ്പെണ്ണെ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു. എല്ലാം ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ടാണ്. ഇനി ഞങ്ങൾ ആരെയും നോവിക്കില്ല. ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. അങ്ങനെ ചെമ്പനും അമ്പുവും കൂടി കാക്കപ്പെണ്ണിനോട് തത്തയോട് നന്ദി പറഞ്ഞിട്ട് തിരികെ കാട്ടിലേക്ക് തന്നെ മടങ്ങി. പോകും വഴി താൻ മോഷ്ടിച്ച തൊപ്പി തിരികെ നൽകാനും ചെമ്പൻ മറന്നില്ല. മനുവും വിക്കിയും കൂട്ടുകാരും അയൽക്കാരുമാണ്. കറങ്ങി നടന്ന് കാഴ്ചകൾ കാണുക രണ്ടുപേരുടെയും ഇഷ്ടവിനോദമാണ്. മനു, അത് കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ അമ്പൽക്കുളം. വിക്കി, നീ ആള് കൊള്ളാലോ. ഈ സ്ഥലമൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? അതോ, മുമ്പൊരു ദിവസം ഞാൻ അച്ഛന്റെ കൂടെ ബൈക്കിൽ ഇതുവഴി പോയിരുന്നു. അന്നേ ഞാൻ നോക്കി വെച്ചതാ. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇത്ര മീനുകൾ! ഓ, എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. പല നിറത്തിലുള്ള മീനുകൾ നമ്മളെപ്പോലെ തന്നെ ഓടിച്ചാടി കളിക്കുന്നു. നമുക്ക് ഈ മീനുകൾക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരാമായിരുന്നു. അതെ, നമുക്ക് നാളെ ഇവറ്റകൾക്ക് തീറ്റ കൊണ്ടുവരാം. കൂടെ ഒരു ചൂണ്ടയും. ചൂണ്ടയോ? അതെന്തിനാ? ചൂണ്ടയിൽ തീറ്റ വെച്ച് വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ മീനുകൾ അത് കൊത്തും. ആ സമയത്ത് ചൂണ്ട വലിച്ച് മീനെ പിടിക്കാം. അയ്യോ വിക്കി, ഞാൻ മീനെ പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം. അപ്പോൾ മീനുകൾ കൂടുതൽ സന്തോഷത്തോടെ തുള്ളിച്ചാടും. മനു, ഈ മീനുകൾ ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടിയിട്ട് നമുക്കെന്ത് കാര്യം? ഇതിനെ പിടിച്ച് വീട്ടിൽ ഫിഷ് ടാങ്കിൽ കൊണ്ടുപോയി ഇടാം. അതൊന്നും വേണ്ട വിക്കി. നീ പേടിക്കാതിരി. ഒരു കാര്യം ചെയ്യാം, ചൂണ്ടൊന്നും വേണ്ട. മീൻ പിടിക്കാനേ ഒരു ചെറിയ വല തന്നെ കൊണ്ടുവരാം. വേണ്ട, നമുക്കെന്നും ഇവിടെ വന്ന് ഈ കുളത്തിന്റെ ഭംഗിയും നിറമുള്ള മീനുകളെയും എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോവാം. ഞാൻ എന്തായാലും നാളെ വലയും കൊണ്ടുവന്ന് മീനിനെ പിടിക്കും. നീ ഇവിടെ ചുമ്മാതിരുന്ന് ഞാൻ മീൻ പിടിക്കുന്നത് കണ്ട് ആസ്വദിച്ചോ. അപ്പൊ അതാണ് യവന്മാരുടെ മനസ്സിലിരിപ്പ്. പാവം മീനുകൾ ഇതൊന്നും അറിയാതെ അവന്മാരുടെ മുന്നിൽ തുള്ളിക്കളിക്കുന്നു. എങ്ങനെയെങ്കിലും മീനുകളെ ഈ വിവരം അറിയിക്കണം. തവളച്ചേട്ടാ, എന്താ മുഖത്തൊരു ഗൗരവം? വാ, നമുക്ക് കളിക്കാം. നിങ്ങൾ ഇങ്ങനെ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ കളിച്ചോണ്ടിരുന്നോ? ആ കുട്ടികൾ നിങ്ങളെ നോക്കി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവരെന്താ പറഞ്ഞത് തവളച്ചേട്ടാ? നാളെ അവർ വലയുമായി വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകുമെന്ന്. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി എങ്ങോട്ട് പോകും? തവളച്ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ഓ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ചെറിയ ജീവികൾ, അവർ മനുഷ്യരാണ്. നിങ്ങളെ പിടിക്കാൻ അവർക്കൊരു ചൂണ്ടയോ വലയോ മാത്രം മതി. എന്നാലും നമുക്കും ജീവിച്ചു പോകണ്ടേ?
ഒരു കാര്യം ചെയ്യാം. എന്താ തവളച്ചേട്ടാ, എന്താണ് ആ വഴി? നമ്മൾ രക്ഷപ്പെടുമോ? തൊട്ടപ്പുറത്ത് ഒരു കാലൻ ഞണ്ടുണ്ട്. ആളിത്തിരി ദേഷ്യക്കാരനാണ്. പക്ഷേ അവൻ വിചാരിച്ചാൽ ചിലപ്പോ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. ഞാനൊന്നു പോയി കണ്ടിട്ട് വരാം. എങ്ങനെയെങ്കിലും മീനുകളെ രക്ഷിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചുറച്ച തവളച്ചേട്ടൻ കാലൻ ഞണ്ടിനെ അന്വേഷിച്ചു പോയി. അതാ അവിടെ ഒരു കല്ലിനടിയിൽ കാലൻ ഞണ്ട് സുഖമായി കിടന്നുറങ്ങുന്നു. തവള പതുക്കെ പതുക്കെ ഞണ്ടിനടുത്തേക്ക് പോയി. എന്താടാ, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഒരു സഹായം വേണം. ഇപ്പൊ സഹായിക്കാനൊന്നും പറ്റില്ല. നീ പോയി പിന്നെ വാ. ഇത്രയും ശക്തനായ കാലൻ ഞണ്ട് ഇവിടെ ഉണ്ടായിട്ടും ഇവിടത്തെ ജീവികൾക്ക് ഒരു ഉപകാരവുമില്ലല്ലോ. നീ എന്നെ അധിക്ഷേപിക്കുന്നു. കാര്യം പറ. അപ്പുറത്തെ ആമ്പൽക്കുളത്തില് ആ പാവം മീനുകൾക്ക് എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ ചേട്ടാ? ഇന്ന് 2 കുട്ടികൾ അവിടെ വന്ന് മീനുകളെ മൊത്തം പിടിച്ചുകൊണ്ട് പോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഒരു മീൻ പോലും ബാക്കിയുണ്ടാവില്ല. നാളെ അവർ വലയുമായി വരും. സംഗതി കുറച്ച് കടുപ്പമാണ്. അപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. നമ്മുടെ ഒപ്പമുള്ളവരെ എന്തു വില കൊടുത്തു നമ്മൾ രക്ഷിക്കണം. നീ ഒരു കാര്യം ചെയ്. ആ മീനുകളോട് പോയി സമാധാനമായി ഇരിക്കാൻ പറ. ഞാൻ നാളെ വന്ന് ആ കുട്ടികൾക്കൊരു പണി കൊടുക്കാം. മനു, നീ ആദ്യം ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. ഞാൻ വലയിട്ട് മീനുകളെ പിടിച്ച് കരയിലേക്കിടും. നീ അതെല്ലാം പറക്കിയെടുത്ത് ബക്കറ്റിലേക്ക് ഇടണം. ഒന്നുപോലും തിരിച്ച് വെള്ളത്തിലേക്ക് പോകരുതേ. ശരി, അത് ഞാൻ ഏറ്റു. ഇന്ന് നമ്മൾ കലക്കും. ഈ ബക്കറ്റ് നിറയെ മീനുകളുമായി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാരും ഞെട്ടും. നിന്റെ അച്ഛൻ പുതിയ ഫിഷ് ടാങ്ക് വാങ്ങാനായി ഓടും. കുറെ എണ്ണത്തിന് നീ നിന്റെ വീട്ടിലേക്കും കൊണ്ടുവയ്ക്കോ. നമ്മുടെ കൂട്ടുകാർക്കും കുറച്ച് കൊടുക്കാം. ഓ, അവന്മാരിങ്ങെത്തിയല്ലോ. ഞാനൊരു പണി ഒപ്പിക്കാം. നീ ഇവിടെ ഇരിക്കും. അയ്യോ, ഞണ്ട് 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 വിക്കി, ഓടിക്കോ. പേടിക്കണ്ട മനു, ഇതിന് ഞാൻ ഇപ്പൊ ശരിയാക്കാം. അങ്ങനെ മീനുകൾ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തവളച്ചേട്ടന്റെ സമയോചിതമായ ഇടപെടലും ഞണ്ടിന്റെ ശക്തിയും ധൈര്യവും എല്ലാം ഒരുമിച്ച് ചേർത്ത് അവരാ അപകടത്തെ വിജയകരമായി നേരിട്ടു. അവരുടെ ഒത്തൊരുമിച്ചുള്ള ഈ ചെറുത്തുനിൽപ്പിൽ പേടിച്ചുപോയ മനുവും വിക്കിയും പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല.